ഒന്ന് വാ ശങ്കരേട്ട ഇങ്ങോട്ട്. ഇവിടെ മൊത്തത്തിൽ പ്രശ്നോ. എന്ത് പ്രശ്നമാണെന്നോ? ശങ്കരേട്ടന്റെ മോള് തന്നെ പ്രശ്നം. ഏതാണ്ട് ചെകുത്താൻ കൊടിയതുപോലെ അവക്ക്. ദൈവവും ഇല്ല, തേവരും ഇല്ല. തന്നിഷ്ടക്കാരി, അഹങ്കാരി. എങ്ങനെ ശങ്കരേട്ടനൊന്ന് വേഗം വരാൻ നോക്ക്. ഇവിടെ ഇരുന്ന് വിളിച്ചാലും പറഞ്ഞു മുരുകൻ കേക്കും. എങ്ങാണ്ട് നിൽക്കുന്ന തന്തപ്പടിയോട് എന്റെ കുറ്റം. അമ്മായിക്ക് ഇതെന്താ സൂക്കേട്? തന്തപ്പടിയോ? എന്താടി അഹങ്കാരി നീ പറഞ്ഞത്? ആ അപ്പന്റെ പര്യായോ അതും. ഒരു ബഹുമാനം ഇല്ലാത്ത സംസാരിക്കുന്നോടി അഹങ്കാരി നീ. സ്വന്തം മകളോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ദേശാടന പക്ഷിക്ക് ഇത്രയും ബഹുമാനമൊക്കെ കിട്ടും. എടി എന്തോ നെടി? എന്ത് ഉത്തരവാദിത്വ കുറവാടി ശങ്കരേട്ടൻ നിന്റെ കാര്യത്തിൽ കാണിച്ചത്? 18ാം പിറന്നാളിന്റെ അന്ന് ആ പാവത്തിന്റെ നെഞ്ച് കുത്തിയിട്ട് ഇറങ്ങിപ്പോയോളല്ലേടി നീ. എന്നിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഒരു പൊടിക്കൊച്ചിനെ കൊണ്ട് വന്നിട്ട് പോലും ശങ്കരേട്ടൻ നിന്നോട് ദയ കാണിച്ചു. ഓ വലിയ സംഭവമായി പോയി. എന്നിട്ടേ എന്റെ കുഞ്ഞെവിടെ? അച്ഛനും അമ്മയും കൂടെ അതിനെ എടുത്ത് കായലി എറിഞ്ഞെന്നാ ഇപ്പൊ ഞാനും ഉറച്ചു വിശ്വസിക്കുന്നത്. എടി നശിച്ചവളെ, ശങ്കരേട്ടൻ ഇങ്ങോട്ട് വരട്ടടി. ഇതിന് മറുപടി ശങ്കരേട്ടൻ നിനക്ക് തരും. ഓ പിന്നെ ശങ്കരേട്ടൻ എന്തിനാ വരുന്നത്? അവിടെ എങ്ങാനും കിടന്ന് ചാവാൻ പറ. മുരുക ഭഗവാന്റെ മയിലിന് പുറത്ത് കയറി സ്വർഗത്തിൽ പോ. എന്താടി പറഞ്ഞത്? നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടി. നീ എന്താടി പറഞ്ഞത്? എന്താ പറഞ്ഞേ? അങ്ങനെ പറയോ നീ? എന്റെ ശങ്കരേട്ടനെ പറ്റി അങ്ങനെ പറയുമെന്ന്? നീ എന്താടി പറഞ്ഞത്? എന്റെ ശങ്കരേട്ടനെ പറ്റി നീ ഞാൻ കൊല്ലൂടി.